സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ്. ഇന്നലെ രാത്രിയിലാണ് MC റോഡിൽ നാട്ടകത്ത് വെച്ച് ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച കാറ് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത്. തുടർന്ന് ഉപ്പുമുളകിലെയും സിദ്ധാർത്ഥ് പ്രഭു കാണിച്ച പരിപാടി നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. വെള്ളം അടിച്ചിട്ട് കാൽനടക്കാരനെ വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചിട്ട് അവിടെ കിടന്ന് ഷോ ഓഫ് കാണിച്ച് അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ കയറി പെരുമാറി. നാട്ടുകാരെ പറ്റി നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തി കാണിച്ച ശരിയുള്ളൊരു ഏർപ്പാടാണോ? കാര്യം കുറേ ആൾക്കാർ വന്നിരുന്ന് സിദ്ധാർത്ഥിന് ഒരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ കമൻറ്റ്സ് ചെയ്യാൻ കണ്ട്. വെള്ളം അടിച്ചിട്ട് അനാവശ്യമായിട്ട് വണ്ടി റാഷ് ഡ്രൈവ് ചെയ്ത് റോഡിൽ നടന്നു പോകുന്ന ആൾക്കാരെ ഇടിക്കുന്നത് നിങ്ങളുടെയൊക്കെ കണ്ണിൽ വലിയൊരു മാന്യതയായിരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. ഇനിയിപ്പോൾ എത്ര സെലിബ്രിറ്റി ആയിക്കോട്ടെ, എത്ര സാധാരണക്കാരനായിക്കോട്ടെ, ആര് കാണിച്ചു കഴിഞ്ഞാലും തെമ്മാടിത്തരമാണ്. ഇതിനൊന്നും വന്നിരുന്ന ഒരു മനുഷ്യരെ ന്യായീകരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെ പറ്റിയിട്ട് ഇവർക്കൊരു റിയലൈസേഷൻ വരണം. കഷ്ടം തോന്നുന്നു. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. മദ്യലഹരിയിൽ കാർ ഓടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ കേസ്. സിദ്ധാർത്ഥിന്റെ കാർ വഴിയാത്രക്കാരനെ ഇടിച്ചിരുന്നു. കോട്ടയം നാട്ടകത്ത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ഇത്രയും ബോധം കെട്ടൊരു സിറ്റുവേഷനിൽ എന്തിന് വണ്ടി എടുത്തോണ്ട് ഇറങ്ങണം? ആൾക്കാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കൊണ്ടുചെന്ന് കാണിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മര്യാദ വേണ്ടേ? ശരിയായിരിക്കും, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരാൻ പോവുകയാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കുടിച്ചോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ ഇരുന്ന് കൂടി. അല്ലാതെ ചുമ്മാ അനാവശ്യമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് നഷ്ടം? ആ വഴി നടന്നു പോകുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയും? നിങ്ങൾ കുറേ നാൾ പോയി അകത്ത് കിടക്കും. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്. ഇന്നലെ രാത്രിയിലാണ് MC റോഡിൽ നാട്ടകത്ത് വെച്ച് ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച കാറ് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാര് ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണകാരിയായിട്ടാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ട് സ്ഥിരീകരിച്ചത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അപകടമുണ്ട്. കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടുന്നതൊക്കെ ഓക്കെയാണ്. നാട്ടുകാരുടെ പ്രവൃത്തിയെ പറ്റിയിട്ട് നമുക്ക് പറയാം. കാര്യം ഒരുത്തം വന്നിരുന്ന കഴുത്തിലൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. കാര്യം നിയമം കയ്യിലെടുക്കാനായിട്ട് ഇവിടെ ഒരു മനുഷ്യർക്കും റൈറ്റ്സ് ഇല്ല. കാണിക്കുന്ന അങ്ങേറ്റം നന്ദയില്ലാത്തരമാണ്. ഇതിപ്പോൾ ആര് ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും പോലീസുകാർക്ക് ഇത് ചോദ്യം ചെയ്യണം. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേറെ ആരും സമ്മാനം പറയുമോ? അവൻ വണ്ടി കൊണ്ട് ചിടിച്ചു എടുത്തു, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിലൊക്കെ കയറി കുത്തിപ്പിടിച്ച് അവനെ വലിച്ചഴയ്ക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു? അതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ സദാചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിയമങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ വായി നോക്കികൾ. സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ നിലവിൽ ചിങ്ങവനം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടി ഉണ്ടാകുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ കാറ് ഇപ്പോഴും റോഡ് വശത്ത് കിടക്കുകയായിരുന്നു. എന്തായാലും രാത്രിയിൽ വലിയ രീതിയിൽ അക്രമാസക്തരായിട്ട് മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയും വഴിയാത്രക്കാരെ ഇടിക്കുകയും നാട്ടുകാരെയും പോലീസുകാരെയും ഒക്കെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് സിദ്ധാർത്ഥ പ്രഭുവിന്റെ. പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി വാർത്ത വരുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവനെ വല്ല റീഹാബിലും കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം കോലം കണ്ടിട്ട് നല്ല അടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സമയത്ത് പോയി റീഹാബ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലോട്ടായിരിക്കും പോകുന്നത്. ശരി ബിനോയ്, സീരിയൽ നടനാണെങ്കിൽ ആ ഷോ സീരിയൽ മതി. നാട്ടുകാരോടും പോലീസിനോടും ഒന്നും വേണ്ട. ഇവിടെ ആളുകൾക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്തു പോകണം. വെള്ളവും അടിച്ച് ആളുകൾക്ക് ഈ രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കരുത്. വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കണം, അല്ല നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറരുത്. നീ കഴുത്തി കുത്തിപ്പിടിച്ച് കുമാരുടെ പേരിലും കേസ് എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സിദ്ധാർത്ഥിന് കേസ് കൊടുക്കുക. ബോധമില്ലാത്ത സമയത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യം വീഡിയോ വിഷ്വൽസ് ഉൾപ്പെടെ ഉണ്ട്. തീർച്ചയായിട്ടും കേസ് എടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്, അല്ലാതെ ഒരാൾക്ക് മാത്രമല്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ബിഗ് ബോസിലെ ജിഷിൻ മോഹൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴുത്തിൽ കുത്തിപ്പിടിച്ച ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കതൊന്ന് കാണാം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. അതെ, ഈ വിഷയത്തെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ കുത്തിപ്പിടിച്ച കേസാണ് പറഞ്ഞു വരുന്നത്. വെള്ളം അടിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാര്യം
കാര്യം അങ്ങേയറ്റം ചെറ്റത്തരമാണ്. കാര്യം റോട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അവരുടെ ജീവൻ ആരെ ഉത്തരവാദിത്തം ഏറ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നാട്ടുകാരിൽ കുറച്ച് ആൾക്കാർക്ക് സിദ്ധാർത്ഥിനെ മനസ്സിലായപ്പോഴത്തേക്ക് നൈസായിട്ട് ഇതൊരു അവസരം വീണ് കിട്ടിയ അവസരമായിട്ട് കുറെ ആൾക്കാർ അതങ്ങ് മുതലെടുത്ത്. നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. അല്ല, വേറെ ഒന്നുമല്ല. ആർട്ടിസ്റ്റ് ആയതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള കുത്തിക്കഴപ്പ് കാണിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ചെയ്തത് അത്ര നല്ല പരിപാടിയൊന്നും അല്ലേ. ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഒരു മാന്യതയോടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. കാര്യം നമ്മളൊരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദയുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളമടിക്കുന്ന കേസായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നിന്ന് പെരുമാറുന്ന രീതിയായാലും അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത്. അതാണ് ഈ പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം ഇതൊക്കെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നോക്കിയും കണ്ടു അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ മെനയായിട്ട് വരും. മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നും അല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ല ശരിയാണ്. കാര്യം ഒരുപാട് ആക്സിഡൻസ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയി കഴിഞ്ഞാലും. കാര്യം വെള്ളം അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇത് കണക്ക് ആക്സിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ റാഷ് ഡ്രൈവിംഗ് ചെയ്ത് നാട്ടുകാരുടെ നെഞ്ചത്തോട്ടൊക്കെ കയറുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസാധാരണമാണ്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ കേസിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റിയാണ്. ഇത് ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു വിഷയം നല്ല രീതിയിൽ ന്യൂസ് ആവും. പിന്നെ ഇതൊക്കെ നാട്ടുകാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിടത്തില്ല, കുറച്ചും കൂടെ ഒക്കെ മുതലെടുക്കാൻ നോക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. പിന്നെ നാട്ടുകാരുടെ പേരിൽ കേസ് എടുക്കുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കാര്യം ഇവിടെ ഒരാളുടെ പേരിൽ മാത്രമല്ല, സിദ്ധാർത്ഥിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ വധശ്രമത്തിന് വേണമെങ്കിൽ സിദ്ധാർത്ഥിന് കേസ് കൊടുക്കുക അവരുടെ പേരിൽ. അതാ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടിക്കൂട്ടി ഒരാളെ നടു റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിനൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണം വേണം, നാണം. ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. പറയുമ്പോൾ രണ്ട് സൈഡും കൂടി പറയുക, അതാണ് അതിൻ്റെ ഒരു മാന്യത. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൂടെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തത്. എന്തായാലും സിദ്ധാർത്ഥ് ചെയ്തേക്കുന്ന പ്രവൃത്തിയോടെ എനിക്കൊരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന നാട്ടുകാരും. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. സിദ്ധാർത്ഥിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഉപ്പുമുളകം എന്ന് പറയുന്ന ഒരു സീരിയൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമാണ്. സിദ്ധാർത്ഥിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, കൊച്ചു പയ്യനല്ലേ, വിട്ടേക്ക്, പാവം, അവനൊരു ജീവിതം ഉള്ളതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.